Dear students, welcome to the class of heat and mass transfer. In this class, we will discuss the topics steady state radial heat conduction without heat generation through a hollow cylinder, log mean area, heat transfer through coaxial cylinders, then a sample problem. First one, steady state radial heat conduction without heat generation through a hollow cylinder. ഓൾറെഡി നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലും സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലും ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ പ്ലെയിൻ വാളിലൂടെയിലെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനും ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിൻ്റെയും ഇക്വേഷൻ കണ്ടുപിടിച്ചു. ആ പ്ലെയിൻ വാളിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്തത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ആയിരുന്നു. അതിൽ വരുന്ന അസംഷൻസിനനുസരിച്ചിട്ട് ഇക്വേഷൻ മാറ്റി എഴുതി. അങ്ങനെയാണ് അവിടെയുള്ള ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനും കണ്ടുപിടിച്ചത്. ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവിടെയുള്ള ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ചു. ആ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ പ്ലെയിൻ വാൾസ്, സ്ലാബ്സ്, ക്യൂബ്സ് പോലെയുള്ള ജോമെട്രീസിനാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പം അതർ ജോമെട്രീസ്, സിലിണ്ടേഴ്സ്, സ്ഫിയേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അത്തരം കേസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലും സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലുമൊക്കെ ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സിംപ്ലിഫൈഡ് ഫോംസ്, ഡിഫറെൻറ്റ് ഫോംസൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ത്രൂ സിലിണ്ടറാണ്. ഓക്കെ, റേഡിയൽ ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ സിലിണ്ടറാണ്. ഈ ഒരു കേസിൽ അന്നേരം നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടി വരും, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡിറൈവ് ചെയ്തെടുത്ത ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ എന്ന് വെച്ചാൽ ഹീറ്റ് ജനറേഷനിലെ കേസ് അതേപോലെ 3 ഡയമെൻഷനിലായിരുന്നു ഡിറൈവ് ചെയ്തിരുന്നത്. ഇവിടെ റേഡിയൽ ഡയറക്ഷനിൽ മാത്രമുള്ള ഹീറ്റ് കണ്ടക്ഷനാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വിത്തൗട്ട് ഹീറ്റ് ജനറേഷൻ അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ്. ഓക്കെ, അന്നേരം ഇക്വേഷൻ എന്ത് ചെയ്യും, സിംപ്ലിഫൈഡ് ഫോമിലോട്ട് അത് മാറും. കൺസിഡർ എ ഹോളോ സിലിണ്ടർ ഓഫ് ലെങ്ത് L ഹാവിങ് ഇന്നർ റേഡിയസ് R1 ആൻഡ് ഔട്ടർ റേഡിയസ് R2. ഇവിടെ ഒരു ഹോളോ സിലിണ്ടർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്, ഇന്നർ റേഡിയസ് R1, ഔട്ടർ റേഡിയസ് എന്ന് പറയുന്നത് R2 ആണ്. ഇതിൻ്റെ ദ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ഫോർ സ്റ്റഡി സ്റ്റേറ്റ് റേഡിയൽ ഹീറ്റ് ട്രാൻസ്ഫർ വിത്തൗട്ട് ഹീറ്റ് ജനറേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് d/dr ഓഫ് R dt/dr ഈസ് ഈക്വൽ ടു 0. ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ്റെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സിംപ്ലിഫൈഡ് ഫോം. ഇത് റേഡിയൽ ഡയറക്ഷനിൽ മാത്രം, ഇതാണ് റേഡിയൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അത് ക്യൂ കാണിച്ചിരിക്കുന്നത് റേഡിയൽ ഡയറക്ഷനിലെ സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ വിത്തൗട്ട് ഹീറ്റ് ജനറേഷൻ. ഇക്വേഷൻ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, d/dr ഓഫ് R dt/dr ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഈ ഒരു ഹോളോ സ്ഫിയറിലെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനും അതേപോലെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റുമാണ് ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തെർമൽ റെസിസ്റ്റൻസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടെമ്പറേച്ചർ ഈ ഒരു റേഡിയസ് R1 ആവുന്ന സമയത്തിൽ ടെമ്പറേച്ചർ T1 ആണ്, റേഡിയസ് R2 ആവുന്ന സമയത്തിൽ ടെമ്പറേച്ചർ T2 ആണ്. അതേപോലെ ഇവിടെ കണ്ടക്ഷൻ നടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, അവിടെ തെർമൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതിൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നതാണ്. ജസ്റ്റ് ആ റെസിസ്റ്റൻസ് നെറ്റ്വർക്കും കൂടെ ഫിഗറിനൊപ്പം വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനാണ് ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു R ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഫസ്റ്റ് ഇൻ്റഗ്രേഷനിൽ എന്ത് കിട്ടും, R dt/dr ഈസ് ഈക്വൽ ടു C1, കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഇതിൽ നിന്ന് dt/dr ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ വേണ്ടി പറ്റും, C1/R എന്ന് എഴുതാൻ വേണ്ടി പറ്റും ഈ ഇക്വേഷൻ. അതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, dt/drൻ്റെ വാല്യൂ അവസാനം ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ആവശ്യമാണ്. അങ്ങനെയാണ് ഇവിടെ ഇക്വേഷൻ നമ്പർ 2 കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് dt എന്ത് എഴുതാൻ വേണ്ടി പറ്റും, C1/R dr, അല്ലെങ്കിൽ dt ഈസ് ഈക്വൽ ടു C1 × dr/R എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇതിനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, ലെഫ്റ്റ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ dt t കിട്ടും. അതേപോലെ C1 ഇൻ്റഗ്രൽ dr/R എന്താ കിട്ടുക, ln R പ്ലസ് അഗെയിൻ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ C2. ഓക്കെ, ഇനി ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ C1ൻ്റെ വാല്യൂം C2ൻ്റെ വാല്യൂം കണ്ടുപിടിക്കണം. C1ൻ്റെയും C2ൻ്റെയും ആ രണ്ട് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആരാവശ്യമാണ്, ബൗണ്ടറി കണ്ടീഷൻസ് ആവശ്യമാണ്. ഓക്കെ, ഇവിടെ ഞാൻ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ ബൗണ്ടറി കണ്ടീഷനാണ് യൂസ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലെ ടെമ്പറേച്ചർ സ്പെസിഫൈ ചെയ്ത് തരുന്നത് ഏതൊക്കെയാണത്, റേഡിയസിൻ്റെ വാല്യൂ R എന്ന് പറഞ്ഞാൽ വേരിയബിളാണ്, റേഡിയസ് വാല്യൂ ആണ്.
ആ റേഡിയസിൻ്റെ വാല്യൂ R1 ആവുന്ന സമയത്ത് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എന്താണ് T1 ആണ്. അതാണ് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ. വെൻ R ഈസ് ഈക്വൽ ടു R1 ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു T1. അതേപോലെ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനി റേഡിയസിൻ്റെ വാല്യൂ R2 ആവുന്ന സമയത്ത് എന്തായി ഈ ഔട്ടർ സർഫസ് എത്തി, അവിടെയുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T2 ആണ്. ഓക്കെ, അതാണ് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ. വെൻ R ഈസ് ഈക്വൽ ടു R2 T ഈസ് ഈക്വൽ ടു T2. ഓക്കെ, ഇനി C1ൻ്റെയും C2ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ നമ്പർ 3ൽ ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻസ് ഇൻ ഇക്വേഷൻ 3. ഇവിടെ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആറിൻ്റെ വാല്യൂ R1 ആവുന്ന സമയത്ത് ടീൻ്റെ വാല്യൂ T1. അങ്ങനെ ഏതാ T1 ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു ln R അല്ല, ഇനി ln R1 ആണ് പ്ലസ് C2. അതുപോലെ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ T2 ഈസ് ഈക്വൽ ടു C1 ln R2 പ്ലസ് C2. ഓക്കെ, ഇനി ഇക്വേഷൻ 4 മൈനസ് ഇക്വേഷൻ 5 ചെയ്താൽ എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡിൽ T1 മൈനസ് T2, C2 ക്യാൻസലായി പോയി, ബാക്കി C1 ഇൻറ്റു ln R1 മൈനസ് ln R2. ഇതിൽ നിന്ന് C1 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ വേണ്ടി പറ്റും? T1 മൈനസ് T2 ഡിവൈഡ് ബൈ ln R1 മൈനസ് ln R2. അതായത് T1 മൈനസ് T2 ഡിവൈഡ് ബൈ ln R1 മൈനസ് ln R2 എന്തായി മാറും? ln R1 ബൈ R2 ആയി. ഇനി മുകളിൽ എന്തായാലും മൈനസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്ത് കിട്ടും? ഇവിടെ T2 മൈനസ് T1 ആവും, lnൻ്റെ ഉള്ളിൽ എന്താവും? ln R2 ബൈ R1 ആവും. ഓക്കെ, C1ൻ്റെ എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി C2 കണ്ടുപിടിക്കണം. C2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ ഞാൻ യൂസ് ചെയ്യുന്നത്. C1ൻ്റെ എക്സ്പ്രഷൻ എനിക്കറിയാം. അങ്ങനെ C2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ വേണ്ടി പറ്റും? ഇക്വേഷൻ നമ്പർ 4 C2 ഈസ് ഈക്വൽ ടു T1 മൈനസ് C1 ഇൻറ്റു ln R1. C1ൻ്റെ വാല്യൂ ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, C1ഉം കിട്ടി, C2ഉം കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ C1ൻ്റെയും C2ൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എന്ത് കിട്ടും? ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്ന ഈ T1നെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാൻ നമുക്ക്. അതേപോലെ T2 മൈനസ് T1 രണ്ടിലും കോമൺ ആണ്, അതിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നാൽ T മൈനസ് T1 ബൈ T2 മൈനസ് T1. റൈറ്റ് സൈഡിൽ എന്താ ഉണ്ടാവുക? ln R മൈനസ് ln R1. അതേപോലെ കോമൺ ആയിട്ടില്ല ln R2 ബൈ R1 എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ ഈ ഫോമിലോട്ട് എത്തിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ ഒന്നും കൂടെ ഇതിനെ മാറ്റി എഴുതിയാൽ T മൈനസ് T1 ബൈ T2 മൈനസ് T1 ഈസ് ഈക്വൽ ടു ln R ബൈ R1 ഡിവൈഡ് ബൈ ln R2 ബൈ R1. ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്താൽ ഏതൊരു റേഡിയൽ ലൊക്കേഷനിലുള്ള ടെമ്പറേച്ചർ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കണം. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് റേഡിയൽ ഡയറക്ഷനിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ നമുക്ക് യൂസ് ചെയ്യുക. Q ഈക്വൽ ടു മൈനസ് K ഇൻറ്റു DT ബൈ DR ആണ് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് അലോങ് റേഡിയൽ ഡയറക്ഷൻ. ഇവിടെ നമ്മൾ റേഡിയൽ ഡയറക്ഷനിലെ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി പറഞ്ഞാണ് ആ DT ബൈ DR നമുക്ക് ആവശ്യമാണ്. DT ബൈ DR നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. C1 ബൈ R ആണ്. C1ൻ്റെ വാല്യൂ നമുക്ക് അറിയാം. T2 മൈനസ് T1 ബൈ ln R2 ബൈ R1 ആണ് C1 ഇൻറ്റു 1 ബൈ R. അതാണ് DT ബൈ DR എന്ന് പറയുന്നത്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? Q ഈക്വൽ ടു മൈനസ് K T2 മൈനസ് T1 ഡിവൈഡ് ബൈ R ഇൻറ്റു ln R2 ബൈ R1 കിട്ടി. ഓക്കെ, ഈ മൈനസിനെ കൊണ്ട് അകത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? Q ഈക്വൽ ടു K T1 മൈനസ് T2 ബൈ R ഇൻറ്റു ln R2 ബൈ R1. ഇക്വേഷൻ നമ്പർ B എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു എക്സ്പ്രഷൻ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഈ ഒരു എക്സ്പ്രഷൻ ഞാൻ ഏത് റേഡിയസിൽ ഇന്നർ സർഫസിൽ അപ്ലൈ ചെയ്യുന്നു? ഇന്നർ സർഫസിൽ അല്ലെങ്കിൽ ഔട്ടർ സർഫസ് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. സെയിം എക്സ്പ്രഷൻ തന്നെ അവസാനം കിട്ടും. കാരണം Qൻ്റെ വാല്യൂ എന്താണ്? സെയിം ആണ്. സ്റ്റഡി സ്റ്റേറ്റിൽ സെയിം ഹീറ്റാണ് ഇന്നർ സർഫസിലായാലും ഔട്ടർ സർഫസിലായാലും റേഡിയൽ ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്ത് പോകുന്നത്. ആദ്യം ഇന്നർ സർഫസിൽ ഞാൻ നോക്കുന്നു. അന്നേരം ആറിൻ്റെ വാല്യൂ എന്തായി മാറും? റേഡിയസിൻ്റെ വാല്യൂ R1 ആയി. അറ്റ് ഇന്നർ സൈഡ് ഓഫ് ദ സിലിണ്ടർ റേഡിയസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് R ഈസ് ഈക്വൽ ടു R1 ആണ്. അങ്ങനെ ആവുന്ന സമയത്ത് ഏരിയ എന്തായിരിക്കും? ഇവിടെ എടുക്കേണ്ട ഏരിയ എന്ന് വെച്ചാൽ ആ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ഏരിയ ആണ്. ഏരിയ നോർമൽ ടു ഹീറ്റ് ട്രാൻസ്ഫർ ആണ് എടുക്കേണ്ടത്. ഈ ഒരു ഡയറക്ഷനിലാണ്, സെൻറ്ററിൽ നിന്ന് ഈ ഒരു ഡയറക്ഷനിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അന്നേരം ഏരിയ നോർമൽ ടു ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ആ സിലിണ്ടറിക്കൽ ഏരിയ ആണ്, ആ സർഫസ് ഏരിയ ആണ്, ഔട്ടർ സർഫസ് ഏരിയ. അല്ലാണ്ട് ഇതിൻ്റെ സർക്കുലർ ക്രോസ് സെക്ഷൻ ഏരിയ എടുക്കാൻ വേണ്ടി പാടില്ല. ഈ ഒരു ഡയറക്ഷനിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് ഈ ഒരു ഡയറക്ഷനിൽ പോകുന്ന ഈ ഒരു ഏരിയ ആണ് എടുക്കേണ്ടത്.
ആ ഇന്നർ സർഫസിലെ ഏരിയ എന്തായിരിക്കും 2πr ഇൻറ്റു എൽ 2πr1 ഈ ഒരു പെരിമീറ്റർ ഇട്ട് ഇൻറ്റു ലെങ്ത്ത്. ഓക്കെ, ആ ഏരിയ ആണ് ഇവിടെ എടുക്കേണ്ടത്. എ ഇസ് ഈക്വൽ 2πr1 ഇൻറ്റു എൽ കിട്ടി. ഇവിടെ ഇക്വേഷൻ ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എൻ്റെ സ്ഥാനത്ത് 2πr1 ഇൻറ്റു എൽ, അതേപോലെ ആറിൻ്റെ സ്ഥാനത്ത് r1 കിട്ടി. ഓക്കെ, ക്യൂ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എന്നിട്ട് ഈ r1 ക്യാൻസൽ ചെയ്താൽ ക്യൂ ഇസ് ഈക്വൽ 2πlk ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡ് ബൈ ln r2/r1. ഇതാണ് റേഡിയൽ ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ റേഡിയൽ ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ ഹോളോ സിലിണ്ടറിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി ആ ഇക്വേഷൻ സീനെ നമുക്ക് ഒരു ഫോർമാറ്റിലേക്ക് കൂടെ മാറ്റി ചെയ്താൽ വേണ്ടി പറ്റും. നോർമലി നമ്മൾ എഴുതുന്ന ഫോർമാറ്റിനെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡ് ബൈ തെർമൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇക്വേഷൻ അങ്ങനെ ഇതാണ് ടെമ്പറേച്ചർ ഡിഫറൻസ് T1 മൈനസ് T2 ഡിവൈഡ് ബൈ നമുക്ക് എന്ത് ചെയ്താൽ ഇതിനെ താഴോട്ട് കൊണ്ടുവന്നാൽ T1 മൈനസ് T2 ഡിവൈഡ് ബൈ ln r2/r1/2πlk ഇതിൻ്റെ താഴോട്ട് വരും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ കോസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ആ കോസ് ബൈ റെസിസ്റ്റൻസിൻ്റെ ഫോർമാറ്റിലോട്ട് മാറ്റി എഴുതാനാണ് ക്യൂ ഇസ് ഈക്വൽ ടു T1 മൈനസ് T2. അന്നേരം ഈ ഒരു ടേം എന്തായി മാറി? റെസിസ്റ്റൻസ് ആയി, തെർമൽ റെസിസ്റ്റൻസ്. പ്ലെയിൻ വാളിൻ്റെ കേസ് പറഞ്ഞ സെയിം കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ഓക്കെ, പ്ലെയിൻ വാളിനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ നെറ്റ്വർക്കുമായിട്ട് കമ്പയർ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സെയിം കൺസെപ്റ്റിൽ നോക്കുന്ന സമയത്ത് എന്താണ് ഈ ഒരു ടേം എന്ന് പറയുന്നത്? തെർമൽ റെസിസ്റ്റൻസ് ആയി. ആരെ? തെർമൽ റെസിസ്റ്റൻസ് ഓഫ് ഹോളോ സിലിണ്ടർ. അതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എന്ത് കിട്ടും? RTH ഇസ് ഈക്വൽ ടു ln r2/r1/2πl ഇൻറ്റു കെ. അതായത് പ്ലെയിൻ വാളിൻ്റെ കേസിൽ തെർമൽ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ L/K ഇൻറ്റു എ ആയിരുന്നു. ഇപ്പം സിലിണ്ടറിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് ln r2/r1/2πl ഇൻറ്റു കെ ആയി. ഇനി സ്ഫിയറിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് വേറൊരു എക്സ്പ്രഷൻ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. അടുത്തത് ലോഗ് മീൻ ഏരിയ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഈ ഒരു ലോഗ് മീൻ ഏരിയ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ സിലിണ്ടേഴ്സിനെ ഇക്വാലൻ്റ് സ്ലാബിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ലോഗ് മീൻ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, കൺസിഡർ എ സിലിണ്ടർ ഹാവിങ് ഇന്നർ റേഡിയസ് r1 ആൻഡ് ഔട്ടർ റേഡിയസ് r2. ഒരു സിലിണ്ടർ ഉണ്ട്, അതിൻ്റെ സെക്ഷൻ ചെയ്ത വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇന്നർ റേഡിയസ് r1 ആണ്, ഔട്ടർ റേഡിയസ് r2 ആണ്. അതേപോലെ ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട്. ആ സ്ലാബിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ r2 മൈനസ് r1 സെയിം തിക്നെസ്സിലെ സ്ലാബാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെ, സിലിണ്ടറിൻ്റെയും സ്ലാബിൻ്റെയും മെറ്റീരിയൽ സെയിം ആണ്. ഇനി ഹീറ്റ് ഫ്ലോ ത്രൂ ദ സിലിണ്ടറിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ച ഇക്വേഷൻ ഉണ്ട്. 2πlk ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. ലെഫ്റ്റ് സൈഡിൽ ഇന്നറിലെ ടെമ്പറേച്ചർ T1 ആയിരുന്നു, ഔട്ടറിലെ ടെമ്പറേച്ചർ T2 ആണ്. ആ സ്ലാബിൻ്റെ ഒരു സൈഡിലെ ടെമ്പറേച്ചർ സെയിം T1 തന്നെ, അടുത്ത സൈഡിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T2 ആണ്. ഓക്കെ, ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു തിക്നെസ് തന്നെ കിട്ടുന്നത്. അതായത് r2 മൈനസ് r1 വരുന്ന രീതിയിലാണ് ഇക്വാലൻ്റ് സ്ലാബിൻ്റെ തിക്നെസ് വരുന്നത്. ഓക്കെ, അതേപോലെ ഹീറ്റ് ഫ്ലോ ത്രൂ സ്ലാബിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം K തെർമൽ കണ്ടക്ടിവിറ്റി ഇൻറ്റു AM ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡ് ബൈ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് r2 മൈനസ് r1. ഇവിടെ ഒരു ടേം ഞാൻ AM എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ AMൻ്റെ വാല്യൂ ഞാൻ എങ്ങനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? AM ഈസ് ടേക്കൺ ഇൻ സച്ച് എ വേ ദാറ്റ് ഹീറ്റ് ഫ്ലോ ത്രൂ സിലിണ്ടർ ആൻഡ് സ്ലാബ് ആർ ഈക്വൽ ഫോർ സെയിം ടെമ്പറേച്ചർ ഡിഫറൻസ്. ആ AMൻ്റെ വാല്യൂ സെലക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ലാബിലൂടെയും സിലിണ്ടറിലൂടെയും ഉള്ള ഹീറ്റ് ട്രാൻസ്ഫർ സെയിം ആണ്. ആയിരിക്കും എന്താ? ടെമ്പറേച്ചർ ഡിഫറൻസ് ഈസ് സെയിം. ഓക്കെ, അത് കിട്ടുന്ന രീതിയിലാണ് AMനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം രണ്ടിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ സെയിം ആയി. സിലിണ്ടർ ആയാലും സ്ലാബിലായാലും സെയിം ഹീറ്റ് ട്രാൻസ്ഫർ ആണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യുക? അത് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ആ AM എന്തായിരിക്കണം? ഓക്കെ, അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതിനാണ് ചെയ്യുന്നത്. ഓക്കെ, സിലിണ്ടർ സ്ലാബ് എക്സ്പ്രഷൻസ് ഇക്വേറ്റ് ചെയ്യുന്നത് നമുക്ക് തെർമൽ കണ്ടക്ടിവിറ്റി സെയിം മെറ്റീരിയൽ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. തെർമൽ കണ്ടക്ടിവിറ്റി K ക്യാൻസൽ ചെയ്യുക. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ബാക്കി എന്താ വരുന്നത്? 2πl ഇൻറ്റു ഈ ടെമ്പറേച്ചർ ഡിഫറൻസും ക്യാൻസൽ ചെയ്യുക, സെയിം ടെമ്പറേച്ചർ ഡിഫറൻസിനാണ്. അതേപോലെ ബാക്കി 1/ln r2/r1 ഈസ് ഈക്വൽ ടു AM ഇൻറ്റു r2 മൈനസ് r1 ഉണ്ടാവും. ഇതിൽ നിന്ന് AM നമുക്ക് എന്ത് ചെയ്താൽ ഈ ഒരു എക്സ്പ്രഷൻ എഴുതാം 2πl ഇൻറ്റു r2 മൈനസ് r1. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്തത് 2πl ഇൻറ്റു r2 മൈനസ് 2πl ഇൻറ്റു r1. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? മുകളിലും താഴെയും LNൻ്റെ ഉള്ളിൽ മുകളിലും താഴെയും 2πlനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് വാല്യൂവിന് ചേഞ്ച് വരില്ല.
എ എം ഈസ് ഈക്വൽ ടു എക്സ്പ്രഷൻ കിട്ടും. അതായത് എ എം ഈസ് ഈക്വൽ ടു 2πl into R2 മൈനസ് 2πl into R1 ഡിവൈഡ് ബൈ ln 2πl R2 ഡിവൈഡ് ബൈ 2πl R1. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓൾറെഡി അതിൻ്റെ ഏരിയ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2πl into R2 എന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ടർ സർഫസ് ഏരിയ ആണ്. ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ഔട്ടർ സർഫസ് ഏരിയ, ഹീറ്റ് ട്രാൻസ്ഫറിന് നോർമലായിട്ട് വരുന്നത്. അതായത് 2πl into R1 എന്ന് പറഞ്ഞാൽ ഇന്നർ സർഫസ് ഏരിയ ആണ്. ഓക്കെ, അന്നേരം എ എം ഈസ് ഈക്വൽ ടു എന്താ വേണ്ടി പറ്റും, A2 മൈനസ് A1 ഡിവൈഡ് ബൈ ln A2 ഡിവൈഡ് ബൈ A1. ഈ എ എമ്മിനെയാണ് എന്ത് പറയുന്നത്, ലോഗ് മീൻ ഏരിയ എന്ന് പറയുന്നത്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ട്രാൻസ്ഫോം എ സിലിണ്ടർ ഇൻ ടു ആൻ ഇക്വാലൻ്റ് സ്ലാബ്. ഒരു സിലിണ്ടറിനെ അതിൻ്റെ ഇക്വാലൻ്റ് സ്ലാബിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സ്ലാബിൻ്റെ തിക്നെസ് എന്തായിരിക്കും, R2 മൈനസ് R1. അതിനാണ് ഈ ലോഗ് മീൻ ഏരിയ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ കോയാക്സിയൽ സിലിണ്ടേഴ്സ്. ഇപ്പം ഒരു സിംഗിൾ സിലിണ്ടറിലൂടെ ഉള്ളത് പറഞ്ഞു, അവിടെ കൺവെക്ഷൻ ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് റേഡിയൽ ഹീറ്റ് കണ്ടക്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ കോയാക്സിയൽ സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് സിലിണ്ടേഴ്സ്, ഒരു സിലിണ്ടറിൻ്റെ മുകളിൽ അടുത്ത സിലിണ്ടർ. ഓക്കെ, കൂടാതെ എന്തുണ്ട്, ഇപ്പോൾ ഹോളോ സിലിണ്ടറാണ്. ഇവിടെ ഈ സർഫസിലൂടെ ചിലപ്പോൾ ഹോട്ട് ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് ആ ഹോട്ട് ഫ്ലൂയിഡിൽ നിന്ന് ഇവിടത്തോട്ട് ആ സിലിണ്ടർ സോളിഡ് ബോഡിയിലോട്ട് എന്താണ്, ത്രൂ കൺവെക്ഷനാണ്. അതേപോലെ ഇവിടെ ആംബിയൻ്റ് എയർ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ബൈ കൺവെക്ഷൻ ആയിരിക്കും. ഓക്കെ, എന്തുണ്ട്, കൺവെക്ഷൻ, അതേപോലെ റേഡിയൽ ഹീറ്റ് കണ്ടക്ഷൻ, അതേപോലെ കൺവെക്ഷൻ എല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൺസിഡർ എ കോമ്പോസിറ്റ് സിലിണ്ടർ സ്ട്രക്ചർ കൺസിസ്റ്റിംഗ് ഓഫ് 2 കോയാക്സിയൽ ലെയേഴ്സ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റീസ് K1 ആൻഡ് K2. ഇവിടെ ഒരു ലെയർ ഉണ്ട്, കോയാക്സിയൽ സിലിണ്ടേഴ്സാണ്. ഒരു ലെയർ അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി K1 ആണ്, അടുത്ത ലെയറിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് K2 ആണ്. ഇതിൻ്റെ ഫസ്റ്റത്തിൻ്റെ റേഡിയസ് R1, ഇന്നർ റേഡിയസ് ഔട്ടർ റേഡിയസ് R2. അതേപോലെ രണ്ടാമത്തതിൻ്റെ ഔട്ടർ റേഡിയസ് എന്ന് പറയുന്നത് R3 ആണ്. ഇവിടെ പെർഫെക്റ്റ് കോണ്ടാക്റ്റ് ആണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. കോണ്ടാക്റ്റ് റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അതേപോലെ ഇൻസൈഡിൽ എന്തുണ്ട്, ഒരു ഹോട്ട് ഫ്ലൂയിഡ് ഉണ്ട്. അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TA. ടെമ്പറേച്ചർ ഡ്രോപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. TA എന്ന് പറയുന്നത് ഇവിടെയുള്ള ടെമ്പറേച്ചറാണ്. കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് അവിടെ ഉള്ളത് H. ഈ ഹോട്ട് ഫ്ലൂയിഡിൽ നിന്ന് ഇവിടത്തോട്ട് ഈ ഒരു വാളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൺവെക്ഷൻ വഴി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഇനി ഔട്ടർ സർഫസ് എടുക്കുന്ന സമയത്ത് ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലെയറിൽ നിന്ന് പുറത്തോട്ട് ആംബിയൻറ്റിലോട്ട് കൺവെക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കോൾഡ് ഫ്ലൂയിഡിലോട്ട് കൺവെക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ടെമ്പറേച്ചർ TB ആണ്. അതേപോലെ അവിടെയുള്ള കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് HB ആണ്. ഓക്കെ, ആ ടെമ്പറേച്ചർ പ്രൊഫൈലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. TA to T1 എന്ന് പറയുന്നത്, TA എവിടെയാണ്, T1 ഈ ഒരു സർഫസിലെ ടെമ്പറേച്ചർ, ഇന്നർ സർഫസിലെ ടെമ്പറേച്ചറാണ് T1. അതേപോലെ അവിടെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കൺവെക്ഷൻ. അതേപോലെ T1 T2 എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന കണ്ടക്ഷൻ്റെ ടെമ്പറേച്ചറാണ്. T1 ഈ ഒരു സർഫസിൽ, T2 ഇവിടെ റേഡിയൽ ഹീറ്റ് കണ്ടക്ഷനാണ് നടക്കുന്നത്. T2 T3 എന്ന് വെച്ചാൽ ഇവിടെ T2 ഇവിടെ T3 ടെമ്പറേച്ചർ. അതേപോലെ T3 to TB എന്ന് പറയുന്നത് ഈ ഒരു സർഫസിൽ നിന്നുള്ള കൺവെക്ഷനാണ്. Let L be the length of coaxial cylinders. The total heat transfer rate Q from the hot to cold fluid over the length L is the same through each layer and may be written as. ഓൾറെഡി പ്ലെയിൻ വാളിലൊക്കെ ഡിസ്കസ് ചെയ്ത സെയിം കൺസെപ്റ്റാണ് വരുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ സ്റ്റഡി സ്റ്റേറ്റിലാണെങ്കിൽ ഇവിടുന്ന് ഇവിടത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് സെയിം ഹീറ്റാണ് എല്ലാ ലെയറിലൂടെയും ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. നമുക്ക് ഇക്വേഷൻ എന്ത് ചെയ്താൽ ഫസ്റ്റത്തെ കൺവെക്ഷനാണ്. കൺവെക്ഷൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. Q is equal to HA, കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു ഏരിയ ഓഫ് കൺവെക്ഷൻ ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ഉണ്ട്. ഇവിടെ ഏരിയ എന്ന് പറയുന്നത് 2πr1 ഇൻറ്റു ലെങ്ത്ത്. ഇതിൽ കാണിച്ചിട്ടില്ല, ഈ ഡയമെൻഷനിൽ എന്തുണ്ടാവും, ലെങ്ത്ത് പോകുന്നുണ്ടാവും. തൊട്ട് മുമ്പ് പറഞ്ഞ കണക്കാണ് 2πr1 ഇൻറ്റു ലെങ്ത്ത് ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ TA മൈനസ് T1. അതേപോലെ ഇവിടെ ഇല്ലേ അടുത്ത ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ റേഡിയൽ ഹീറ്റ് കണ്ടക്ഷനാണ്. 2πl ഇൻറ്റു K1 ഇൻറ്റു ln R2/R1 ഇൻറ്റു T1 മൈനസ് T2. അതേപോലെ അടുത്തത് റേഡിയൽ 2πl ഇൻറ്റു K2 ഇൻറ്റു ഇവിടുത്തെ റേഡിയസിൻ്റെ വാല്യൂ എന്തൊക്കെ ആയിരിക്കും, ln R3/R2 ആയിരിക്കും. ഹയർ റേഡിയസ് ബൈ ലോവർ റേഡിയസ്. ഈ ഒരു ലെയറിനെ സംബന്ധിച്ചിടത്തോളം ഔട്ടർ റേഡിയസ് R3 ആണ്, ഇന്നർ റേഡിയസ് R2 ആണ്. നോക്കിയിട്ട് എഴുതണം. അതേപോലെ അടുത്തത് കൺവെക്ഷൻ HB ഇൻറ്റു 2πr3 ഇൻറ്റു L. 2πr എന്ന് വെച്ചാൽ ഈ ഒരു ഔട്ടർ സർഫസ് ഏരിയ ഇൻറ്റു ലെങ്ത്ത്.
ഓക്കെ, ടോട്ടൽ സിലിണ്ടറിക്കൽ ഔട്ടർ സർഫസ് ഏരിയ കിട്ടും ഇൻറ്റു അവിടെ വരുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് പറഞ്ഞാൽ T3 - TB. ഇനി എന്താണ് ആസ് യൂഷ്വൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ തെർമൽ റെസിസ്റ്റൻസ് എന്നുള്ള ഫോർമാറ്റിൽ കൺവെക്റ്റീവ് റെസിസ്റ്റൻസ് ആയാലും കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ആയാലും ആ ഫോർമാറ്റിലോട്ട് മാറ്റി എഴുതുന്നു. അങ്ങനെ ഞാൻ എഴുതുന്നുണ്ടെങ്കിൽ ആ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് നമുക്ക് ഓൾറെഡി പറഞ്ഞ സെയിം മോഡലിലാണ് പോകുന്നത്. ആറിൻ്റെ വാല്യൂ എന്ത് കിട്ടും? കൺവെക്ഷൻ റെസിസ്റ്റൻസ് ഇതാണ്. ഫസ്റ്റ് കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ഇന്നർ ലെയറിൽ വരുന്നത്, ഔട്ടർ ലെയറിൽ വരുന്ന കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ഇതാണ്. അടുത്ത ലാസ്റ്റത്തെ കൺവെക്ഷൻ റെസിസ്റ്റൻസ് ഇതാണ്. ഇനി ഓവറോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് TA - TB ആണ് ഇവിടെ. അത് ഡിവൈഡ് ബൈ ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ് എന്നുള്ള ഫോർമാറ്റിലും എഴുതാൻ വേണ്ടി പറ്റും. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നിക്കൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്ലാബിന് എഴുതിയിട്ട് നമുക്ക് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഓവറോൾ ആയിട്ടും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇന്നൊരു സാമ്പിൾ പ്രോബ്ലം നോക്കാം. A steel tube of 50 mm internal diameter and 80 mm outer diameter is covered by 30 mm thick asbestos. Thermal conductivities of steel and asbestos are 45 watt per meter Kelvin and 0.2 watt per meter Kelvin respectively. The tube receives heat from hot gas at 400 degrees centigrade with a heat transfer coefficient of 300 watt per meter square Kelvin. The outer surface is exposed to air at 30 degrees centigrade with a heat transfer coefficient of 15 watt per meter square Kelvin. Determine the heat loss per meter length and the interface and surface temperatures. ഇവിടെ സ്റ്റീൽ ട്യൂബാണ്. ഓക്കെ, ട്യൂബ് എന്ന് വെച്ചാൽ എന്താണ്? ഹോളോ സിലിണ്ടറിക്കൽ സെക്ഷനാണ് അതിൽ വരുന്നത്. ഇതാണ് നമ്മളെ സ്റ്റീൽ ട്യൂബ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇന്നർ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഇൻറ്റേർണൽ ഡയമീറ്റർ 50 mm ആണ്. ഡയമീറ്റർ ടോട്ടൽ ഡയമീറ്ററിൻ്റെ പകുതി റേഡിയസ് വരും. അതായത് R1ൻ്റെ വാല്യൂ എത്ര വരും? 25 mm വരും. അതേപോലെ അതിൻ്റെ ഔട്ടർ ഡയമീറ്റർ, അതായത് ഇവിടെ നിന്നോട്ട് ഇവിടം വരെയില്ല ഔട്ടർ ഡയമീറ്റർ, അതിൻ്റെ പകുതി എന്തായിരിക്കും? R2 ആയിരിക്കും, 40 mm. അതേപോലെ ഇറ്റ് ഈസ് കവർഡ് ബൈ 30 mm തിക്ക് ആസ്ബെറ്റോസ്. ഇതിൻ്റെ തിക്നെസ് വന്നിട്ടുണ്ട്. ഈ കവർ ചെയ്തിരിക്കും ഇതാണ് ആസ്ബെറ്റോസ് എന്ന് പറയുന്നത്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 30 mm ആണ്. അങ്ങനെയാണെങ്കിൽ R3യുടെ വാല്യൂ എന്ത് വരും? R2 പ്ലസ് ദാറ്റ് തിക്നെസ് വേണം. അതായത് R2 എന്ന് പറഞ്ഞാൽ 40 പ്ലസ് 30 mm തിക്നെസ് എന്ന് വെച്ചാൽ R3 എന്ന് പറയുന്നത് 70 mm വരും. അതേപോലെ ഡിറ്റർമൈൻ ഹീറ്റ് ലോസ് പെർ മീറ്റർ ലെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. പെർ മീറ്റർ ലെങ്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ ഇതെടുത്തു? എല്ലിൻ്റെ വാല്യൂ 1 മീറ്റർ എടുത്തു. അതേപോലെ തെർമൽ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഉള്ളിലത്താണ് സ്റ്റീൽ K1 അത് തന്നിട്ടുണ്ട്. അതേപോലെ K2ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്? ഈ ട്യൂബ് ഇതാണ് സ്റ്റീൽ ട്യൂബ്, അത് ഹോട്ട് ഗ്യാസ് എന്ന്. ഇവിടെയാണ് ഹോട്ട് ഗ്യാസ് പാസ് ചെയ്യുന്നത്. അതിൻ്റെ ടെമ്പറേച്ചർ TA എന്ന് പറയുന്നത് 400 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇതിലുള്ള HA ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് തന്നിരിക്കുന്നത് 300 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. ഇതിൻ്റെ ടെമ്പറേച്ചർ 400 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ആ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. പിന്നെ ഔട്ടർ സർഫസ് എയർ ആണ്. അതിൻ്റെ ടെമ്പറേച്ചർ TB എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അതേപോലെ HB എന്ന് പറയുന്നത് 15 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. ഇത്രയാണ് തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റാസ് എന്ന് പറയുന്നത്. ആദ്യം എന്ത് ചെയ്യുക? ഈ ഫിഗർ വരക്കുക, ഡാറ്റാസ് ലിസ്റ്റ് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നെറ്റ്വർക്ക് വരക്കുക. ഓക്കെ, ഇവിടെ വരുന്ന റെസിസ്റ്റൻസ് ഫസ്റ്റത്തെ കൺവെക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് RA. പിന്നെ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് 2 എണ്ണം, R1 ആൻഡ് R2. അതേപോലെ RB എന്ന് പറയുന്നത് കൺവെക്ഷൻ റെസിസ്റ്റൻസ്. കണ്ടുപിടിക്കുന്നത് ഹീറ്റ് ലോസ് പെർ മീറ്റർ ലെങ്ത് ആണ്. അതേപോലെ ഇൻ്റർഫേസ് ടെമ്പറേച്ചർ T2 ആണ്. സർഫസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇന്നർ സർഫസ് ടെമ്പറേച്ചർ T1. അതേപോലെ ഔട്ടർ സർഫസ് ടെമ്പറേച്ചർ T3. ഇതൊക്കെയാണ് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ഇവിടെ നമുക്ക് ഇന്നർ സർഫസ് ടെമ്പറേച്ചർ അറിയാം. ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ടിൻ്റെ വാല്യൂം തന്നിട്ടുണ്ട്, TBൻ്റെ വാല്യൂം തന്നിട്ടുണ്ട്. ഓവറോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്ക് ഇവിടെ അറിയാം. അങ്ങനെ ആവുന്ന സമയത്ത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് യൂസ് ചെയ്താൽ മതി? ഓവറോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. TA - TB ബൈ ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇതിൽ ഓരോ തെർമൽ റെസിസ്റ്റൻസ് ആയിട്ടും കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് ആണ് ഇന്നർ സൈഡ്. ഓക്കെ, ഏരിയ എന്ന് പറഞ്ഞാൽ 2πr1 × L വരും. ഏരിയ എന്ന സമയത്ത് ശ്രദ്ധിക്കണം. അതേപോലെ അടുത്ത കൺവെക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2πr3 × L ആണ്. ഔട്ടർ സർഫസിലാണ് വരുന്നത്. റേഡിയസ് മാർക്ക് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം വാല്യൂസ് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൻ്റെയൊക്കെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എല്ലാ വാല്യൂസും അറിയാം. L1 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. HAൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഇത് കണ്ടുപിടിക്കുക. അതേപോലെ R1 കണ്ടുപിടിക്കുക, R2 കണ്ടുപിടിക്കുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല.
എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് എഴുതിയിട്ട് തന്നെ ചെയ്യണം. ക്യൂവിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 597.1 വാട്ട് എന്ന് കിട്ടി. ഇനി നമുക്ക് സർഫസ് ടെമ്പറേച്ചറും ഇൻ്റർഫേസ് ടെമ്പറേച്ചറും കണ്ടുപിടിക്കണം. അതായത് T1 T2 ആൻഡ് T3. T1 T2 T3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ മതി. ഓക്കെ, T1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് എഴുതിയാൽ മതി? ഫസ്റ്റത്തത് ഇവിടെ കൺവെക്ഷനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ എഴുതുക. അതായത് Q =HA × 2πr1 × L × TA - T1. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ് ഇവിടെ നടക്കുന്ന കൺവെക്ഷൻ്റെ. ഓക്കെ, ഇതിൽ നമുക്ക് അൺനോൺ ആയിട്ട് ആര് മാത്രമേ ഇല്ലൂ? T1 മാത്രമേ ഇല്ലൂ. ഇനി T2 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇനി ഇവിടെ നടക്കുന്ന റേഡിയൽ ഹീറ്റ് കണ്ടക്ഷൻ, ഈ ഒരു സ്റ്റീൽ ലെയറിൽ നടക്കുന്ന ഹീറ്റ് കണ്ടക്ഷൻ്റെ ഇക്വേഷൻ എഴുതുക. Q = 2πLK1 / ln R2/R1 × T1 - T2. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? T2ൻ്റെ വാല്യൂ കിട്ടും. ഇൻ്റർഫേസ് അല്ലെങ്കിൽ സർഫസ് ടെമ്പറേച്ചേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സ്ലാബിലെ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ അത് എഴുതിയിട്ട് എന്താ അതിൽ അന്നേരം ഒരു അൺനോൺ മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. നമുക്ക് ആ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ T3 കണ്ടുപിടിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇവിടെയുള്ള കൺവെക്ഷൻ്റെയാണ്. അതായത് T3 to T4 TB T3 to TB നടക്കുന്ന കൺവെക്ഷൻ്റെ ഇക്വേഷൻ എഴുതി തന്നിട്ട് Q = HB × 2πr3 × L × T3 - TB. ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? T3ൻ്റെ വാല്യൂ കിട്ടും.